നമ്മുടെ ക്യൂട്ടിയുടെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇതുവരെ പറഞ്ഞത് ഫസ്റ്റ് മൊഡ്യൂള് ക്യൂട്ടിയുടെ കംപ്ലീറ്റ് തിയറി ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്തു. ആ മൊഡ്യൂളിൽ കോറിലേഷന്റെ പാർട്ട് നമ്മൾ പറഞ്ഞു. അതിൽ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ, അതാണ് നമ്മൾ അതിന്റെ തിയറിയും പറഞ്ഞു. അത് പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യേണ്ടതും പഠിച്ചു. ഒരു മൂന്നോളം ക്വസ്റ്റ്യൻസ് നമ്മൾ അതിൽ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പോവാണ്. ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും പറയണം കേട്ടോ. നീ ജസ്റ്റ് വോയിസ് ആയിട്ട് പറയണേ. ഓക്കെ, എന്റെ സ്ക്രീന് കാണുന്നുണ്ടോ? അതുപോലെ വോയിസ് ക്ലിയർ ആണോ? ഒന്ന് പറഞ്ഞാണെ കമന്റിനകത്ത്. ഓക്കെ, റെഡി. ഇനി അടുത്ത ടോപ്പിക് ഞാൻ വീണ്ടും പറയാണ്. എന്ത് സംശയം ഉണ്ടെങ്കിലും കൺഫ്യൂഷൻ വേണ്ട. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ വളരെ സാധാരണ പോകുന്നുള്ളൂ. കറക്റ്റ് ആയിട്ട് എല്ലാവരും ശ്രദ്ധിക്കും കേട്ടോ. രണ്ടാമത്തത്, ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞത് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. അത് നമുക്കറിയാം R ഈക്വൽ ടു അല്ലെ, പറഞ്ഞു. അപ്പോൾ R ഈക്വൽ ടു ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് n into sigma x square minus sigma x whole square root of n into sigma y square minus sigma y whole square അല്ലെ. അല്ലെ, ഇതാണ് നമ്മൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷന്റെ ചെയ്തിട്ടുണ്ട്. അതിന് രണ്ടാമത്തെ സെഷനാണ്, രണ്ടാമത്തെ ഹെഡിങ് ആണ് സ്പിയർമാൻസ്. ഇത് ജസ്റ്റ് ഒന്ന് ബേസിക്, അതായത് അദ്ദേഹം ചെയ്യുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റാസിനെയാണ് അഥവാ ന്യൂമറിക്കൽ ഡാറ്റാസിനെയാണ്. അതായത് നമ്പറിൽ പറയുന്ന കാര്യങ്ങളെയാണ്. ഇപ്പൊ നമ്മുടെ ഹൈറ്റ്, വെയിറ്റ്, കുട്ടികൾക്ക് കിട്ടിയുള്ള മാർക്ക്, പ്രൈസ്, ഡിമാൻഡ്, ഇതൊക്കെ നമുക്ക് നമ്പറിൽ പറയാൻ പറ്റും അല്ലെ. ഇപ്പൊ മാർക്ക് ഇത്ര 30, 40, 50 അങ്ങനെ നമ്പറിൽ പറയാൻ പറ്റും. ഹൈറ്റ് ആവട്ടെ, വെയിറ്റ് ആവട്ടെ, പ്രൈസ് ആവട്ടെ, ഡിമാൻഡ്, ഇതൊക്കെ കൃത്യമായിട്ട് നമുക്ക് നമ്പേഴ്സിൽ പറയാൻ പറ്റും. അഥവാ ന്യൂമറിക്കൽ ആയിട്ട് പറയാൻ പറ്റും. അതിനാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് എന്ന ടേം യൂസ് ചെയ്യുന്നത്. ആ നമ്പറിൽ പറയാൻ പറ്റുന്ന, ന്യൂമറിക്കലായിട്ട് പറയാൻ പറ്റുന്ന ഡാറ്റകളെയാണ് കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. അവിടെ ഒരു പ്രശ്നമുണ്ട്. ക്വാളിറ്റേറ്റീവ് ഡാറ്റാസിനെ, അത് നോട്ട് ചെയ്ത് വെക്കണേ, ക്വാളിറ്റേറ്റീവ് ഡാറ്റാസിനെ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ക്വാളിറ്റേറ്റീവ് കേട്ടോ, ക്വാളിറ്റി അതായത് നമ്പറിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ, ക്വാളിറ്റേറ്റീവ്, അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ആ ക്വാളിറ്റേറ്റീവ് ഡാറ്റാസിനെ കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഡിനോട്ട് ചെയ്യുന്നില്ല, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. എന്താ ഈ ക്വാളിറ്റേറ്റീവ് ഡാറ്റ പറഞ്ഞാൽ? ഞാൻ ഒരു ഉദാഹരണം പറയാണ്. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിലെ ഇന്റലിജൻസ് ഞാൻ മെഷർ ചെയ്യാണ്, ഓരോ കുട്ടിയുടെ ബുദ്ധി, അല്ലെങ്കിൽ ഓരോ കുട്ടിയുടെ ബ്യൂട്ടി ഞാൻ മെഷർ ചെയ്യാണ്, അവരുടെ സൗന്ദര്യം. അത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പൊ ഇയാൾക്ക് 10 സൗന്ദര്യം ഉണ്ട്, ഇയാൾക്ക് 25 സൗന്ദര്യം ഉണ്ട്, നമുക്ക് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ഡാറ്റകളെ ഒരിക്കലും നമുക്ക് നമ്പറിൽ ഡിനോട്ട് ചെയ്യാൻ പറ്റൂല അല്ലെ. ഇപ്പൊ ഇന്റലിജൻസ്, ഞാൻ നമ്മുടെ ക്ലാസ്സിൽ 80 കുട്ടികളുണ്ട്, 80 കുട്ടികളുടെ ഇന്റലിജൻസ് മെഷർ ചെയ്യാണ്. ഒരാൾക്ക് 25 ഇന്റലിജൻസ് ഉണ്ട്, ഒരാൾക്ക് 30 ഉണ്ട്, നമുക്ക് പറയാൻ പറ്റൂല, നമ്പറിൽ പറയാൻ പറ്റൂല. പിന്നെ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും? റാങ്ക് ചെയ്യാൻ പറ്റും അല്ലെ. ഇപ്പൊ ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടി, അല്ലെങ്കിൽ ഏറ്റവും നല്ല മാർക്കുള്ള കുട്ടി, ആ കുട്ടിക്ക് നമുക്ക് 1ാം റാങ്ക് കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് വരുന്ന കുട്ടിക്ക് 2ാം റാങ്ക് കൊടുക്കാം. പിന്നെ വരുന്ന 3ാം റാങ്ക്, അങ്ങനെ റാങ്ക് ചെയ്യാം. പിന്നെ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളുടെ ബ്യൂട്ടി മെഷർ ചെയ്യാണ് അല്ലെ, അല്ലെങ്കിൽ അവരുടെ ഒരു മൈൻഡ്, അവരുടെ സ്വഭാവം, അത് മെഷർ ചെയ്യാണ്. അവിടെ നമുക്ക് നമ്പർ പറയാൻ പറ്റില്ല, പക്ഷെ റാങ്ക് ചെയ്യാൻ പറ്റും അല്ലെ. നമ്മളെ ക്ലാസ്സിലെ ഏറ്റവും നല്ല സ്വഭാവമുള്ള കുട്ടി, ആ കുട്ടിക്ക് 1 ഫസ്റ്റ് റാങ്ക് കൊടുത്തു, പിന്നെ ഉള്ളത് 2nd റാങ്ക് കൊടുത്തു, പിന്നെ 3rd റാങ്ക്, അങ്ങനെ റാങ്ക് ചെയ്യാൻ പറ്റും. ഏതിനെ? ക്വാളിറ്റേറ്റീവ് ഡാറ്റാസിനെ റാങ്ക് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് നമുക്കത് നമ്പറിൽ പറയാൻ പറ്റൂല. അത്തരത്തില് റാങ്ക് ഉപയോഗിച്ചിട്ട് 1, 2, 3, 4 അങ്ങനെ റാങ്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ എന്ന് പറയുന്നത്. ഒരിക്കൽ കൂടെ പറയാണ്, ക്വാളിറ്റേറ്റീവ് ഡാറ്റാസിന് റാങ്ക് കൊടുത്തിട്ട്, റാങ്ക് നൽകിയിട്ട് അതിന്റെ റിലേഷൻഷിപ്പ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ എന്ന് പറയുന്നത്. ഒരു വട്ടം കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ക്വാളിറ്റേറ്റീവ് ഡാറ്റകളെ റാങ്ക് നൽകിക്കൊണ്ട്
1, 2, 3, 4 അങ്ങനെ റാങ്ക് നൽകിക്കൊണ്ട് അവകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മെഷർ ചെയ്യുന്നതിനെയാണ് സ്പിയർമാൻസ് തിയറി ഐഡിയ കിട്ടിയോ? ജസ്റ്റ് ഒന്ന് വോയിസ് പറഞ്ഞേ. ക്ലിയർ ആണോ? തിയറി ആയിട്ട് ചോദിക്കാറില്ല കേട്ടോ. എന്താണ് സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ എന്ന് തിയറി ചോദിക്കാറില്ല. ഞാൻ ജസ്റ്റ് അതൊന്ന് പറയാണ്, നമ്മൾ മനസ്സിലാക്കുക എന്നുള്ള രൂപത്തിൽ പറയാണ്. പിന്നെ അഥവാ ചോദിച്ചിട്ടില്ല, അഥവാ നിങ്ങളോട് ചോദിക്കണം വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ ആൻഡ് കാൾ-പിയേഴ്സൺ റാങ്ക് കോറിലേഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം കാൾ-പിയേഴ്സണിൽ വെറും ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റകളെയാണ് മെഷർ ചെയ്യുന്നത്, റാങ്ക് കോറിലേഷനിൽ ക്വാളിറ്റേറ്റീവ് ഡാറ്റകളെയാണ് മെഷർ ചെയ്യുന്നത്. പിന്നെ അതിന്റെ രണ്ടിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് എഴുതാം, കാൾ-പിയേഴ്സന്റെ ഇക്വേഷൻ എഴുതാം, സ്പിയർമാന്റെ ഇക്വേഷൻ എഴുതാം. അങ്ങനെ അതൊന്ന് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ തിയറി ചോദിച്ചിട്ടില്ല. ഐ തിങ്ക് ഒരു തവണ കേട്ടോ, 2 മാർക്കിന് ഒരു തവണ ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് റാങ്ക് കോറിലേഷൻ? റിലേഷൻ എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വോയിസ് കട്ടാവുണ്ട്. ഒറ്റ വോയിസ് ഓക്കെ, ഇപ്പൊ ക്ലിയർ ആണോ? വോയിസ് ക്ലിയർ ആണോ? ഒന്ന് പറയാവോ? ടൈപ്പ് ചെയ്തോളൂ. ക്ലിയർ ആണോ? അപ്പൊ ക്ലിയർ ആണോ? ഓക്കെ, റെഡി. ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്നതിന് മുമ്പ് ആ തിയറി ഒന്നും കൂടെ പറയാവേ. വീണ്ടും പറയാണ്, നമ്മള് കാൾ-പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷനിൽ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റകൾ മെഷർ ചെയ്യുമ്പോൾ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷനിൽ ക്വാളിറ്റേറ്റീവ് ഡാറ്റകളെയാണ് മെഷർ ചെയ്യുന്നത്. ക്വാളിറ്റി അത് ഓർത്ത് വെക്കണേ. ക്വാളിറ്റേറ്റീവ് ഡാറ്റാസ് ആണ് മെഷർ ചെയ്യുന്നത്. അത് ഒരു തവണ 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഈസ് റാങ്ക് കോറിലേഷൻ എന്നുള്ളത്. അപ്പൊ അതിൽ നിങ്ങൾ പറയേണ്ടതാണ്, കോറിലേഷൻ എന്ന് നമുക്കറിയാം, ദർ ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾ, 2 or അതിലധികമോ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറയുന്നതാണ് കോറിലേഷൻ. അവിടെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാം, ക്വാളിറ്റേറ്റീവ് ഡാറ്റകളെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more വേരിയബിൾസ് എന്ന് യൂസ് ചെയ്തിട്ട് പറയാം. ക്വാളിറ്റേറ്റീവ് ഡാറ്റകളെ റിലേഷൻഷിപ്പ് കാണുന്നതിനെയാണ് റാങ്ക് കോറിലേഷൻ എന്ന് പറയുന്നത്. ഇപ്പോ വോയിസ് കറക്റ്റ് ആണോ? ക്ലിയർ ആണോ? വോയിസ് കറക്റ്റ് ആണ്. സ്ക്രീനില്ലല്ലോ ഒന്ന് പറയാമോ? ഇല്ല, സ്ക്രീൻ ഷെയർ ചെയ്തില്ല. ഓക്കെ. യെസ്, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാണ്. ഇനി വോയിസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് വോയിസ് ആയിട്ട് പറയും കേട്ടോ. ഇനി ടൈപ്പ് ചെയ്താൽ ഞാൻ കാണൂലേ. അപ്പൊ എന്റെ തിയറി ഐഡിയ കിട്ടിയോ? അത് എന്താണെന്നുള്ളത് ഐഡിയ കിട്ടിയോ? ഇപ്പൊ സ്ക്രീന് കാണുന്നുണ്ടല്ലോ അല്ലെ? വോയിസും ഓക്കെ അല്ലേ? ഓക്കെ, റെഡി. എന്നാ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോ എന്താണ് നമ്മൾ സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ എന്ന് അതിന്റെ തിയറി പ്രോബ്ലത്തിലേക്ക് നമ്മൾ വരികയാണ്. നോക്കാട്ടോ. R ഈക്വൽ ടു ഇത്രത്തോളം ടൈറ്റില് ഒന്നും കൂടെ സിമ്പിൾ ആണ്. 1 - 6 സിഗ്മ d സ്ക്വയർ. ഈ 6 ഓൾറെഡി ഉള്ളതാട്ടോ, അതെല്ലാ ക്വസ്റ്റ്യനിലും തന്നെയാണ്. ഇനി നമ്മൾ മാറ്റണ്ടേ. 6 സിഗ്മ d സ്ക്വയർ ഡിവൈഡഡ് ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1. ഇത് നിർബന്ധമായിട്ട് എല്ലാവരും എഴുതി വെക്കെ. ഇപ്പൊ തന്നെ നോട്ടിൽ എഴുതി വെക്കുക കേട്ടോ. R ഈക്വൽ ടു 1. ഈ 1 - കോമൺ ആണ്, അത് ഏറ്റവും ലാസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. 1 - കോമൺ ആണ്, അത് ഏറ്റവും എൻഡിൽ ചെയ്യേണ്ടതാണ്. 1 - 6 ഇത് ഇപ്പൊ തന്നെ എഴുതും ചെയ്യാം, പഠിക്കുകയും ചെയ്യാം കേട്ടോ. 6 സിഗ്മ d സ്ക്വയർ എന്താന്നുള്ളതൊക്കെ നമുക്ക് പറയാം. d സ്ക്വയർ ഡിവൈഡഡ് ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1. നിങ്ങൾക്ക് ചില ടെക്സ്റ്റില് ഈ താഴെയുള്ളത് n-ന്റെ n സ്ക്വയർ മൈനസ് 1 എന്നുള്ളതിന്റെ പകരം n³ മൈനസ് 1 എന്നും കാണാറുണ്ട്. രണ്ടും സെയിം ആട്ടോ. n³ മൈനസ് 1-നെ മാറ്റിയതാണ് n-ന്റെ n സ്ക്വയർ മൈനസ് 1 എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല, തെറ്റൊന്നുമില്ല, കറക്റ്റ് ആണ്. അപ്പോൾ ഒന്നുകൂടെ പറയാണ്, നമ്മുടെ ഇക്വേഷൻ 1 - 6 സിഗ്മ d സ്ക്വയർ ഡിവൈഡഡ് ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1. എല്ലാവരും എഴുതി വെച്ചില്ലേ? ഇക്വേഷൻ എഴുതി വെച്ചില്ലേ? യെസ് സർ. ഓക്കെ, റെഡി.
എന്നാൽ ഇത് ഒരു ഡെമോ ആയിട്ട് ഞാൻ നിങ്ങളുടെ പ്രോബ്ലം തരില്ല, ഞാൻ സിമ്പിൾ ആയിട്ട് ഒരു ഡെമോ ആയിട്ട് ഒരു പ്രോബ്ലം വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ജസ്റ്റ് മിനിറ്റ്. ഓക്കെ, ഞാൻ പറയാണ്, നമുക്ക് ശരിക്കും ശ്രദ്ധിക്കണേ, നമുക്ക് രണ്ട് ഡാറ്റകൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് ഡാറ്റകൾ തരും. പക്ഷെ ഇവിടെ തരുന്നത് റാങ്കുകളായിരിക്കും കേട്ടോ, റാങ്കുകളായിരിക്കും. റാങ്ക് നമ്മൾ ഒരിക്കലും 55, 28 അങ്ങനെയൊന്നും റാങ്ക് പറയില്ല. 1 മുതലായിരിക്കും ഡാറ്റ ഉണ്ടാവുക. അപ്പൊ ഞാൻ തരാണ്, ഇപ്പൊ റാങ്ക് 1, റാങ്ക് 2. ജസ്റ്റ് നിങ്ങൾ എന്റെ പോലെ എഴുതിക്കൊള്ളൂ കേട്ടോ. ചെറിയൊരു പ്രോബ്ലം, ഇത് പ്രോബ്ലം ആയിട്ടല്ല, ഞാൻ ചുമ്മാ എന്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം പറയാണ്. റാങ്ക് 1, റാങ്ക് 2 അങ്ങനെ രണ്ട് ഡാറ്റ തരികയാണ്. ഇപ്പോ ഇവിടെ 2, ഇനി 1. പോയോ? അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോറിലേഷനിൽ രണ്ടാമത്തെ ടോപ്പിക് ആയിട്ടുള്ള സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞു സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ക്വാളിറ്റേറ്റീവ് ഡാറ്റകൾ, ക്വാണ്ടിറ്റി അല്ല കേട്ടോ, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ കാൽപിയേഴ്സൺ ആണ് ചെയ്യുന്നത്. ക്വാളിറ്റേറ്റീവ് ഡാറ്റകളെ റാങ്ക് നൽകിക്കൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് സ്പിയർമാൻ റാങ്ക് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ വോയിസും സ്ക്രീനും ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ റെഡി. ഓക്കെ, നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു പ്രോബ്ലം വെച്ച് അതൊന്ന് നോക്കാം. ഞാൻ ജസ്റ്റ് ചുമ്മാ ഒരു പ്രോബ്ലം കേട്ടോ, ഇത് എന്റെ കയ്യിലുള്ളതല്ല, ഞാൻ ചുമ്മാ ഇപ്പൊ ഉണ്ടാക്കുന്ന ഒരു പ്രോബ്ലമാണ്. നമ്മൾ ഒരു ട്രെയിനിങ് നടത്തി, കുറച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു ട്രെയിനിങ്, ഒരു 3 കുട്ടികൾക്ക് ട്രെയിനിങ് നടത്തി. ആ ട്രെയിനിങ്ങിന് മുമ്പ് അവരുടെ റാങ്ക് നോക്കണേ, റാങ്ക് അതിന് ഞാൻ റാങ്ക് 1 എന്ന് കൊടുത്തു. ട്രെയിനിങ്ങിന് മുമ്പുള്ള റാങ്ക് കേട്ടോ, 3 കുട്ടികളുടെ റാങ്കാണ്. ഒരു കുട്ടിക്ക് 3ാമത്തെ റാങ്ക് ആയിരുന്നു, മറ്റൊരു കുട്ടിക്ക് ഫസ്റ്റ് റാങ്ക് ആണ്, മറ്റൊരു കുട്ടിക്ക് 2ാമത്തെ റാങ്ക് ആണ്. ശരിക്കും ശ്രദ്ധിക്കണേ, ക്വസ്റ്റ്യനിൽ 1 മുതലായിരിക്കും റാങ്ക് തരിക. 25, 55, 75 അങ്ങനെ ആരും റാങ്ക് കൊടുക്കില്ല. അപ്പോൾ 1 മുതലുള്ള റാങ്ക് ആയിരിക്കും ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. പ്രത്യേകം നോട്ട് ചെയ്യണേ, 1 മുതലായിരിക്കും. 1, 2, 1, 2, 3 നേരെ ക്രമത്തിലൊന്നും ആവില്ല. 3, 5, 6, 7, 4 അങ്ങനെ മിക്സ് ആയിട്ട് 1 മുതൽ തന്നെ ആയിരിക്കണം റാങ്ക് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ അതിൽ ചെറിയൊരു മാറ്റം ഉണ്ട്, നമുക്ക് പിന്നെ പറയാം. അപ്പൊ ഞാൻ ഒരു ട്രെയിനിങ് നടത്തി, 3 കുട്ടികളെ വെച്ച് ട്രെയിനിങ് നടത്തി. ട്രെയിനിങ്ങിന് മുമ്പ് ഇതായിരുന്നു അവരുടെ റാങ്ക്. ഇനി ഞാൻ ട്രെയിനിങ്ങിന് ശേഷം നോക്കി, വീണ്ടും അവരുടെ റാങ്ക് ഒന്ന് ചെക്ക് ചെയ്തു. അതിന് ഞാൻ R2 എന്ന് കൊടുക്കുകയാണ്. അപ്പൊ എനിക്ക് കിട്ടിയത് ഈ 3ാമത്തെ റാങ്ക് കിട്ടിയ കുട്ടിക്ക് 1ാമത്തെ റാങ്ക് ആയിട്ട് മാറിയിട്ടുണ്ട്. ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിക്ക് 3ാമത്തെ റാങ്ക് ആയിട്ട് മാറിയിട്ടുണ്ട്. സപ്പോസ് 2ാമത്തെ റാങ്ക് കിട്ടിയ കുട്ടിക്ക് 2ാമത്തെ റാങ്കിൽ തന്നെയാണ് ആ കുട്ടി നിൽക്കുന്നത്. അപ്പൊ ഞാനൊരു ട്രെയിനിങ് നടത്തി. ട്രെയിനിങ്ങിന് മുമ്പ് കിട്ടിയ റാങ്കുകളാണ് ആദ്യത്തെ കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. ട്രെയിനിങ്ങിന് ശേഷം കിട്ടിയ റാങ്കുകളാണ് 2ാമത്തെ കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. ചോദ്യം ക്ലിയർ ആണല്ലോ അല്ലെ? ജസ്റ്റ് ഒന്ന് വോയിസിൽ പറയും. ഓക്കെ, ഇനി നമ്മുടെ ഇക്വേഷൻ പഠിച്ചു വെക്കണേ, നിർബന്ധമായിട്ടും കാണാതെ പഠിക്കണേ. R equal to, ഞാൻ ഇവിടെ താഴെ എഴുതാണ്, R equal to, ജസ്റ്റ് എല്ലാവരും വോയിസ് ഒന്ന് മ്യൂട്ട് ആക്കുക കേട്ടോ. 1 മൈനസ്, ശരിക്കും ശ്രദ്ധിക്കട്ടോ, അത് സിഗ്മ d സ്ക്വയർ ഡിവൈഡഡ് ബൈ ഈ 1 മൈനസ് എന്നുള്ളത് കോമൺ ആണ്, അത് ലാസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഡിവൈഡഡ് ബൈ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1. ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലെ? ഇതിന്റെ ലൊക്കേഷന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ അല്ലേ? ജസ്റ്റ് ഇങ്ങനെ ബൈഹാർട്ട് ചെയ്തോട്ടെ, ചിലപ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. കറക്റ്റ് അല്ലേ? ഓക്കെ, റെഡി. ഇനി നോക്കിയേ, ഇതിൽ ആകെ നമുക്ക് കണ്ടെത്തേണ്ടത് വെറും ഡി എന്നുള്ള എലമെന്റ് മാത്രമേ ഉള്ളൂ. ഡി എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്, ഇത് തമ്മിൽ ഡിഫറൻസ്. അപ്പൊ ദാ ഡി എന്നൊരു കോളം ഞാൻ എഴുതാണ്, ഡി എന്നുള്ള കോളം ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പൊ 3ഉം 1ഉം തമ്മിലെ ഡിഫറൻസ് 2. ഇവിടെ -ഉം +1 നിങ്ങൾ നോക്കണ്ട കേട്ടോ, ജസ്റ്റ് ഡിഫറൻസ് നോക്കിയാൽ മതി. ഇവിടെ 1, 3
ആണ്. ഓക്കെ, ഇവിടെ രണ്ട് തമ്മിൽ ഡിഫറൻസ് എത്ര? 0 ആണ്. അത്രേ ഉള്ളൂ. അല്ലാതെ 3 1 കുറച്ചാൽ 1 അല്ലെങ്കിൽ പ്ലസ് 1 മൈനസ് അങ്ങനെ ഒന്നും വേണ്ട. പ്ലസ് മൈനസ് ഒന്നും നിങ്ങൾ നോക്കണ്ട. ജസ്റ്റ് തമ്മിലുള്ള ഡിഫറൻസ്, ഈ രണ്ട് വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. 3 3 തമ്മിലുള്ള ഡിഫറൻസ് 2, 1 3 തമ്മിലുള്ള ഡിഫറൻസ് 2, 2 2 തമ്മിലുള്ള ഡിഫറൻസ് 0. ഓക്കെ, ഡി ക്ലിയർ ആണല്ലോ അല്ലെ? ഡി എന്ന കോളം ക്രിയേറ്റ് ചെയ്ത് ക്ലിയർ അല്ലേ? അല്ലേ? ജസ്റ്റ് വോയിസിൽ പറയട്ടോ. ക്ലിയർ ആണ് സാർ, ക്ലിയർ ആണ്. ഓക്കെ ഓക്കെ. ഇനി അടുത്തത് ഡി സ്ക്വയർ. ഡി സ്ക്വയർ ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിട്ട് ഉണ്ടാക്കേണ്ടത് ഡി സ്ക്വയർ ഒന്നുമില്ല. ഡി എന്നുള്ള 2ന്റെ സ്ക്വയർ നമുക്കറിയാം 4 ആണ്. 2ന്റെ സ്ക്വയർ 2 × 2 കേട്ടോ. ഇവിടെയും 4 ആണ്. 0 തന്നെയാണ്. എന്നിട്ട് എന്ത് ചെയ്യാറിയോ? ഈ ഡി സ്ക്വയറിന്റെ ടോട്ടൽ എത്ര എന്ന് പറഞ്ഞാണേ? ഡി സ്ക്വയറിന്റെ 8 അല്ലേ? കിട്ടും. അത്രേ ഉള്ളൂ. ഇത്ര ഇതിൽ ചെയ്യാനേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യാ? ആദ്യം ഡിഫറൻസ് കാണാ, ഡി കാണാ, സ്ക്വയറും കാണാ, ആ ഡി സ്ക്വയറിനെ ടോട്ടൽ ചെയ്യാം. ഇനി ഒന്നുമില്ല കേട്ടോ. നോക്കിയേ, ജസ്റ്റ് ഇക്വേഷനെ അപ്ലൈ ചെയ്യാണ്. നോക്കിയേ 1 6 ഉണ്ട്, മറക്കരുത് 6 സിഗ്മ ഡി സ്ക്വയർ അഥവാ ഡി സ്ക്വയറിന്റെ ടോട്ടൽ. അതാണ് സിഗ്മ ഡി സ്ക്വയർ എന്ന് പറയുന്നത്. ഡി സ്ക്വയറിന്റെ ടോട്ടൽ ഓൾറെഡി ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ, 8 ആണ്. അപ്പോ സോറി 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 8 ആണ്. അപ്പൊ 6 × 8. 8 എവിടുന്ന് കിട്ടിയ അറിയാലോ. ഡി സ്ക്വയറിന്റെ ടോട്ടൽ. ഡി സ്ക്വയറിന്റെ ടോട്ടൽ അപ്പൊ 6 × 8 ഡിവൈഡഡ് ബൈ, സോറി ഈ ലൈൻ ഒന്നിച്ച് വന്നിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ n × n എന്ന് പറഞ്ഞ നമ്പർ ആണ്. ഞാൻ ചോദിക്കട്ടെ, എത്ര നമ്പർ മീൻസ് എത്ര കുട്ടികളുടെ ഡാറ്റയാണ് എടുത്തിട്ടുള്ളത്? വെറും 3 കുട്ടികളുണ്ട്. അപ്പൊ ഇവിടെ n എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ 6 × 8 ഡിവൈഡഡ് ബൈ n എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 ഈ 3 എവിടെ നിന്ന് കിട്ടി? ഒന്നുകൂടെ നോക്കിയേ. 1 2 3 3 ഡാറ്റയിൽ എവിടെ ഉള്ളത്? 3 ഡാറ്റയിൽ എവിടെ ഉള്ളത്? അതാട്ടോ ഈ 3 എന്ന് പറയുന്നത്. കുട്ടികളാണെങ്കിൽ 10 ആയിരിക്കും അവിടെ n എന്ന് പറയുന്നത്. 3 × അതായത് 3 സ്ക്വയർ അല്ലെ? n സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 ആണല്ലോ. 3 സ്ക്വയർ മൈനസ്, ഓക്കെ, ഹലോ, വോയിസ് ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ആണോ എന്ന് പറയാമോ? ഒന്ന് ടൈപ്പ് ചെയ്താണ്. സാറേ ഇന്നലെ ഇഷ്യൂ ഒന്നുമില്ലേ? പക്ഷെ ഇന്ന് കുറച്ച് ഇഷ്യൂ വരുന്നുണ്ട്. ചില ടൈമിലാണ് കട്ട് വരുന്നുണ്ട് വോയിസിൽ വരുന്നുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. ഇന്നലെ പക്കാ ക്ലിയർ ചെയ്യുന്നത് ഇന്ന് കട്ടാവുന്നുണ്ട് അല്ലേ? ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ ഞാൻ പറയുന്നത് കറക്റ്റ് ആണ് അല്ലേ? ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ സ്ക്രീൻ ഷെയർ ചെയ്യണം, ഒന്ന് നോക്കി കേട്ടോ. പ്രശ്നം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ പറയണേ. അപ്പൊ ഞാനൊന്ന് വീണ്ടും പിന്നോട്ട് വന്നിട്ട് വീണ്ടും ഒന്നുകൂടെ വരാം കേട്ടോ. പ്രശ്നം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ പറയണേ, വോയിസിൽ പറയണം കേട്ടോ, എന്നാലേ കാണുമല്ലേ. ഓക്കെ, റെഡി. അപ്പൊ നമ്മൾ വീണ്ടും നമ്മുടെ പ്രോബ്ലത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അപ്പോ 1 മൈനസ് 6 സിഗ്മ ഡി സ്ക്വയർ അത് നമുക്ക് കിട്ടിയ 6 × 8 ആണ്. ക്ലിയർ അല്ലേ? വോയിസ് ക്ലിയർ അല്ലേ? ഓക്കെ, റെഡി. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഇനി വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ 1 മൈനസ് ശരിക്കും ശ്രദ്ധിക്കട്ടെ. ഈ 1 മൈനസ് ഏറ്റവും ലാസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ അതിനൊക്കെ നോക്കണ്ട. 6 × 8 എത്രയെന്ന് പറഞ്ഞാണേ? 48. ഓക്കെ, അപ്പൊ 48 ഡിവൈഡഡ് ബൈ 3. ആ 3 അവിടെ എഴുതുക. ആദ്യം ബ്രാക്കറ്റിന്റെ ഉള്ളിലത്തെ ചെയ്യണം കേട്ടോ. 3 സ്ക്വയർ ആണ് അത്ര? 3 × 3 9 ആണ്. 3 സ്ക്വയർ ആണ് 9 മൈനസ് 1. ഇങ്ങനെ നമുക്ക് കിട്ടും. അപ്പൊ വീണ്ടും ഞാൻ മാറ്റി എഴുതാണ്. 1 മൈനസ് 48 ഓൾറെഡി ഉണ്ട്. ആ 48 ഞാൻ ഇവിടെ എഴുതി. 48 ഡിവൈഡഡ് ബൈ 9 മൈനസ് 1 എത്ര? 8 ആണ് അല്ലെ? 9 1 കുറച്ചാൽ 8 കിട്ടും. 8 × 3 എത്രയാണ്? 9 1 കുറച്ചാൽ 8 കിട്ടും. 24. 8 × 3 24 എന്ന് കിട്ടും.
ഇനി ഇത് നിങ്ങൾ ചെയ്താണ്. ഇനി ചെയ്തിട്ട് 48 ഡിവൈഡഡ് ബൈ 24 എന്ന് ചെയ്താണ്. 48 ഡിവൈഡഡ് ബൈ 24. ആൻസർ ഒന്ന് പറഞ്ഞാണ്. 2 അല്ലേ? 2 ആണ്. 2 പോയിന്റ് ഉണ്ടോ? ഇല്ലല്ല, സോറി, കറക്റ്റ് 2 ഇല്ല, അല്ലേ? പോയിന്റ് ഒന്നുമില്ല. പിന്നെ അതൊരു കാര്യം, 1-2 കുട്ടികളോട് ഡൗട്ട് ചോദിച്ചിരുന്നു. പോയിന്റ് വന്നാൽ പോയിന്റ് ഫിഗറിന് ശേഷം ഒരു 2 വാല്യൂസ് നിങ്ങൾ എടുക്കാം കേട്ടോ. അപ്പൊ ചിലപ്പോൾ 4ഉം 5ഉം 6ഉം ഒക്കെ വാല്യൂസ് ഉണ്ടാവും. അപ്പൊ പോയിന്റിന് ശേഷമുള്ള 2 വാല്യൂസ് എടുത്തിട്ട് ചെയ്താൽ മതി. കാരണം ഫുൾ എടുത്ത കുഴപ്പമൊന്നുമില്ല, നല്ല തന്നെയാണ്. പക്ഷെ നമുക്ക് വർക്ക് ഒരുപാട് വരും, ടൈം ഒരുപാട് പോകും. അപ്പൊ ഇനി നമ്മൾ ഏത് പ്രോബ്ലം ചെയ്യുമ്പോഴും പോയിന്റ് ഫിഗർ വരികയാണെങ്കിൽ പോയിന്റിന് ശേഷമുള്ള 2 വാല്യൂ എടുത്തിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്താൽ മതി. അപ്പൊ ആൻസറിൽ ചെറിയ മാറ്റം ഉണ്ടാവും, പോയിന്റിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും. അതൊരിക്കലും നിങ്ങളുടെ മാർക്കിനെ എഫക്ട് ചെയ്യൂല. അപ്പോ അത് നിങ്ങളുടെ മാർക്ക് ഫുള്ള് കിട്ടും കേട്ടോ. അപ്പൊ പോയിന്റിന് ശേഷമുള്ള 2 വാല്യൂസ് എടുത്ത് മാത്രം ചെയ്യാൻ വേണ്ടിട്ട് നോക്കാം. അപ്പൊ ഇവിടെ നമുക്ക് 48 ഡിവൈഡ് ബൈ 24 2 എന്ന് കിട്ടും. ശരിക്കും ശ്രദ്ധിക്കേ, 1 മൈനസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതെപ്പോഴും കുട്ടികൾ തെറ്റിക്കുന്നതാണ്. എന്ത് ചെയ്യുന്ന അറിയോ? ഇതൊക്കെ ചെയ്യും. 48 ഡിവൈഡ് ബൈ 24 2. ഓക്കെ, 2 ആൻസർ കിട്ടി അവര് അണ്ടർലൈൻ ചെയ്ത് പോവുകയും ചെയ്യും. ഇവിടെ 1 മൈനസ് ഉണ്ട്, അതും മറക്കരുത്. അപ്പൊ 1 മൈനസ് 2 ചെയ്ത് എത്ര കിട്ടും എന്ന് പറഞ്ഞാണ്. 1 മൈനസ് 2 ചെയ്ത് എത്ര കിട്ടും? -1. ഇതും ഇന്നലെ ചെയ്ത ക്വസ്റ്റ്യനിൽ കുറെ ആളുകൾ മറന്നിട്ടുണ്ട്, മൈനസ് ഇട്ടിട്ടില്ല. ഞാൻ അവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, മൈനസ് ഇടണേ. 1 മൈനസ് 2 എന്ന് പറഞ്ഞാൽ -1. അപ്പൊ നമ്മുടെ ആൻസർ -1 ആണ്. ഇതിന്റെ കൺക്ലൂഷനുകളൊന്ന് പറഞ്ഞാണ്. -1 കിട്ടി നമ്മൾ എങ്ങനെ കൺക്ലൂഡ് ചെയ്യാന്? പോസിറ്റീവ് കോറിലേഷൻ, നെഗറ്റീവ് കോറിലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞല്ലോ. പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ, അതായത് -0.5ന്റെ മുകളിൽ കിട്ടുകയാണെങ്കിൽ നമുക്കറിയാം അത് ഹൈ അല്ലെങ്കിൽ പെർഫെക്റ്റ് എന്ന് പറയും. പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആണ്. ഇത്ര ഉള്ളൂ കേട്ടോ, കഴിഞ്ഞു. നമുക്ക് ആൻസർ കിട്ടി, -1 എന്ന് കിട്ടി. ഇതാണ് സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? പ്രോബ്ലം ക്ലിയർ? ഇത് വർക്ക്ഔട്ട് ചെയ്തൊക്കെ ഓക്കെ അല്ലേ? സാറേ ഒരു ഡൗട്ട് സാറ്, 3² എങ്ങനെ കിട്ടിയ n സ്ക്വയറിന്റെ ഭാഗത്ത്? അതായത് മെത്തോഡ് 3 ആയതുകൊണ്ടാണോ? അതെ, നമ്മൾ ഇക്വേഷൻ നോക്കിയതാ. ഞാൻ ഇക്വേഷൻ നോക്കിയ n × n² ആണ്. n ആണ് നമുക്കറിയാം 3 വാല്യൂസ് അല്ലേ ഇവിടെ ഉള്ളത്. അപ്പൊ ഇവിടെ 3 എന്ന് എഴുതി നമ്മള്. അതുപോലെ n² ആണെങ്കിലും നോക്കിയ ഇക്വേഷൻ നോക്കിയ n × n² ആണല്ലോ. അപ്പൊ n ആണ് നമുക്കറിയാം. നോക്കുക, 3 വാല്യൂസ്, 1, 2, 3 വാല്യൂസ് ആണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ 3 എന്ന് എഴുതി. n പറഞ്ഞാൽ 3, n² പറഞ്ഞാൽ 3². അതാണ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആയി. ഇനി സംശയം ചോദിക്കട്ടോ, ചോദിക്കും. ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്തില്ല, എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയും. വന്നാല് ഇതെങ്ങനെ ചെയ്യാ? ഒന്നുകൂടെ ചോദിക്കാം, നോക്കിയിട്ടില്ല. ഇതില് സാർ പറഞ്ഞല്ലോ 1 മൈനസ് 6 × സിഗ്മ d² ഡിവൈഡഡ് ബൈ n³ -1 എന്ന് ചെയ്യാൻ പറ്റും പറഞ്ഞല്ലോ. യെസ്, വെരി ഗുഡ്. അതായത് ഇക്വേഷനിൽ അതെല്ലാവരും ശ്രദ്ധിച്ചോണ്ട്, ചില ടെക്സ്റ്റിൽ നമുക്ക് n × n² - 1 എന്നുള്ളതിന്റെ പകരം n³ എന്ന് വരാറുണ്ട്. നോക്കുക കേട്ടോ. ഹലോ, ഇവിടെ 24 പകരം 27 - 1 അവിടെ ഒന്ന് വോയിസ് ഒന്ന് മ്യൂട്ട് ചെയ്യണേ, ആരോ വോയിസ് ഉണ്ട്. ഓക്കെ, നോക്കുക കേട്ടോ. ഇവിടെ ചോദിച്ച ചോദ്യം, ഇക്വേഷന് n³ -1 ആണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക നോക്കുക. അപ്പോ നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ ഇങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ n³ പറയുമ്പോൾ എത്രയാണ്? n ആണ് 3 ആണല്ലോ. 3 × 3 × 3. ഒരാളൊന്ന് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിയേ. 3 × 3 × 3 എത്ര? 27 അല്ലേ? ഓക്കെ, അപ്പൊ 27 -1 എത്ര കിട്ടും? 26. സർ 27 - 3 അല്ലേ വരിക? n³ മൈനസ് സോറി n³ n ആണ്. സോറി എന്റെ അടുത്ത് മാറിയതാണ്. n³ - n ആണ്. അപ്പൊ 27 - 3 എന്നാണ് വരിക. ഓക്കെ, അപ്പൊ 27 - 3 എന്ന് പറഞ്ഞാൽ 4. ഓക്കെ, n³ - n ആണ് കേട്ടോ. അത് ഞാൻ ജസ്റ്റ് പറഞ്ഞത്, നിങ്ങളെ മൈൻഡ് ചെയ്യണ്ട കേട്ടോ, കൺഫ്യൂഷൻ ആവേ.
ഇനി ചെയ്യണ്ട, നിങ്ങളിത് മാത്രം നോക്കിയാൽ മതി. നമ്മൾ ഇക്വേഷൻ n ഇൻറ്റു n സ്ക്വയർ മൈനസ് 1. ഓക്കെ, അത് വെച്ചിട്ട് ചെയ്താൽ മതി. അത് വെച്ച് ചെയ്താലും n ക്യൂബ് മൈനസ് n എന്നുള്ള ഇക്വേഷൻ വെച്ച് ചെയ്താലും ആൻസർ സെയിം ആണ്. അപ്പൊ നമ്മൾ രണ്ടും കൂടെ നോക്കിയിട്ട് കൺഫ്യൂഷൻ ആവണ്ട. സാർ ഇവിടെ 24 കിട്ടണേ. 24 കിട്ടുന്നത്. ഓക്കെ, ആ. യെസ് യെസ് പറഞ്ഞു. ഇവിടെ എന്താണ് 9 മൈനസ് 1 പറഞ്ഞാല് 3 27 27 മൈനസ് 1 അല്ലേ വരും. ആ യെസ്, ഒന്ന് നോക്കിക്കോളെ. നമ്മൾ കണക്കിന്റെ ശരിക്കും ശ്രദ്ധിക്കട്ടെ. ഈ സ്റ്റെപ്പാണ് ഡൗട്ട് പറഞ്ഞുള്ളത്. സോറി, ഒന്ന് നോക്കാം കേട്ടോ. നമ്മൾ കണക്കിന്റെ ഒരു റൂൾ ഉണ്ട്. ഈ സ്റ്റെപ്പിൽ ഞാൻ ഒന്നും കൂടെ ചെയ്തുതരാം കേട്ടോ. അതായത് ഇവിടെ 6 ഇൻറ്റു 8 48. അതിൽ സംശയമൊന്നുമില്ല. 6 8 48 നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. 6 8 48 ഡിവൈഡഡ് ബൈ. ഇത് വർക്കൗട്ട് ചെയ്യുമ്പോൾ ആദ്യം ബ്രാക്കറ്റിന്റെ ഉള്ളിലത്തെ ചെയ്യണം. ഇതാണ് നമ്മുടെ കണക്കിന്റെ നിയമം. ബോർഡ് മാസ് എന്നൊക്കെ നമ്മൾ അതിന് പറയും. ബ്രാക്കറ്റിന്റെ ഉള്ളിലത്തെ ആദ്യം വർക്കൗട്ട് ചെയ്യണം. ഞാൻ ഒന്നും കൂടെ ആദ്യം മുതൽ അതിന്റെ അടുത്ത സ്റ്റേജ് വെച്ച് ചെയ്തുതരാം. 3 ഇൻറ്റു 3 സ്ക്വയർ മൈനസ് 1. അത് നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക, ബ്രാക്കറ്റിന്റെ ഉള്ളിലത്തെ മാത്രം ചെയ്യുക. 3 ഇൻറ്റു, അതിപ്പോ ചെയ്യാൻ പാടില്ല. 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 എന്ന് കിട്ടും. 3 ഇൻറ്റു 3 9 എന്ന് കിട്ടും, 9 എന്ന് കിട്ടും. മൈനസ് 1. ഇനി ഇത് വീണ്ടും ഞാൻ മാറ്റിയാണ്. 48 ഡിവൈഡഡ് ബൈ, ശ്രദ്ധിച്ചോളി, ആ കാൽക്കുലേഷൻ ഡൗട്ട് ഉള്ളവരൊക്കെ നോക്കുക കേട്ടോ. 48 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു ചെയ്യാൻ പാടില്ല. 3 ഇൻറ്റു ചെയ്യാൻ പാടില്ല, ബ്രാക്കറ്റിന്റെ ഉള്ളിലത്തെ ഫുൾ ആയിട്ടില്ല. 3 ഇൻറ്റു 9 1 പോയാൽ 8. ഇനി അടുത്ത സ്റ്റേജ് 48 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 8 24. ഇങ്ങനെയാണ് ആ 24 കിട്ടിയത്. ഒരെട്ടിട്ട് 224. ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ആണോ? സാർ അവിടെ ഡി സ്ക്വയർ എന്നല്ല പറയണേ, സിഗ്മ ഡി സ്ക്വയർ എന്നല്ല പറയണേ. അപ്പൊ അവിടെ 8 വരുമ്പോ 8 സ്ക്വയർ കൊടുക്കണ്ട. 8 സ്ക്വയർ. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. നല്ലൊരു ചോദ്യമാണ്. യെസ്, പക്ഷെ നോക്കിയേ, ഇവിടെ നമ്മൾ ഡി കണ്ടു, പക്ഷെ ഡി സ്ക്വയർ ഇവിടെ ഓൾറെഡി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഡി സ്ക്വയർ ഇവിടെ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കിട്ടിയിട്ടുള്ള 8 എന്ന് പറയുന്ന ആൻസർ ഈ ഡി സ്ക്വയറിന്റെ സിഗ്മയാണ്. ഞാൻ അവിടെ നിന്ന് മാറ്റി എഴുതാണ്. 8 എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ അല്ലെ? ഡി സ്ക്വയറിന്റെ സിഗ്മയാണ്. ഉണ്ടോ? സിഗ്മ ഡി സ്ക്വയർ. അത് ഓൾറെഡി നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 8. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഡി സ്ക്വയർ എന്നുള്ള കോളം അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. റെഡിയാണോ? ഓക്കെ, മനസ്സിലായി സാർ. ഓക്കെ, റെഡി. ഇനി അടുത്ത ഡൗട്ട് ചോദിച്ചോളൂ. ഓക്കെ ആണോ? റെഡിയാണോ? സാർ ഇതിന് ബാലൻസ് ഒന്ന് ചെയ്ത് കാണിക്കൂ. 48 ഡിവൈഡ് ബൈ 24 ഏത്? 48 ഡിവൈഡ് ബൈ 24. അതിന്റെ ബാലൻസ് ഒന്ന് പറയോ? മീൻസ് അതിന്റെ ബാക്കി. ഓക്കെ. യെസ്. അപ്പൊ നമുക്ക് ഇത് ബാക്കിയും കൂടെ ചെയ്യാം. അങ്ങനെ 1 മൈനസ് ഉണ്ട് കേട്ടോ. 1 മൈനസ് ഉണ്ട്. 1 മൈനസ് ഡിവൈഡ് ബൈ 24. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 48 ഡിവൈഡ് ബൈ 24 ചെയ്തു. ചെയ്യാൻ പാടില്ലേ? 48 ഡിവൈഡ് ബൈ 24 ചെയ്താൽ നമുക്ക് 2 എന്ന് അല്ലെ? 2 എന്ന ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് 1 മൈനസ് 2 എന്ന് കിട്ടി. അപ്പൊ 1 നിന്ന് 2 കുറച്ചാൽ നമുക്ക് ഫൈനൽ ആൻസർ, ക്വസ്റ്റ്യന്റെ ആൻസർ -1 ആണ്. അയ്യോ സാർ, ആ കോമൺ ആയിട്ടുള്ള 1 അപ്ലോ ഒന്നും ചെയ്യില്ല? ഇല്ല, അത് ഏറ്റവും ലാസ്റ്റ് അവിടെ അങ്ങനെ ഇട്ടിട്ട് പോകും. ലാസ്റ്റ് സ്റ്റെപ്പിൽ സാറ് വോയിസ് കട്ടാവുന്നുണ്ട്. പറ്റും. ഹലോ, ഇപ്പൊ ക്ലിയർ ആണോ? വോയിസ് ക്ലിയർ ആണോ? ഇപ്പൊ ഓക്കെ ആണ്. ക്ലിയർ ആണ്. എനിക്ക് വരുന്ന വാർഡ് റേഞ്ച് ഉണ്ട്, കുറച്ചു നേരം കഴിയുമ്പോ കട്ടായി പോവുക. വരുന്നുണ്ട് അല്ലേ? ഓക്കെ. ഇന്നെന്തോ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ തോന്നുന്നുണ്ട്. ഫോണിൽ അതുപോലെ തന്നെ അങ്ങനെ
റേഞ്ച് വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്, അതായിരിക്കണം. ഓക്കെ ഓക്കെ റെഡി. അപ്പൊ നോക്കാം കേട്ടോ. ഇപ്പൊ ക്ലിയർ ആണല്ലോ അല്ലെ? ക്ലിയർ അല്ലേ? പ്രശ്നം വരുമ്പോ അപ്പൊ പറയണം, അപ്പൊ ഞാൻ സ്റ്റോപ്പ് ചെയ്യാം കേട്ടോ. ഇപ്പൊ ക്ലിയർ. ഓക്കെ ആണല്ലോ അല്ലെ? ഓക്കെ റെഡി. അപ്പോ ഇപ്പൊ ചോദ്യം മനസ്സിലായിണ്ടാവും. നമ്മള് എവിടെ നമ്മൾ പോയത്? വൺ മൈനസ് ചെയ്യേണ്ടത് ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ മാത്രമാണ്. അതുവരെ വൺ മൈനസ് ചെയ്യാൻ പാടില്ല. ലാസ്റ്റ് സ്റ്റേജിൽ എന്ത് ചെയ്യണം? വൺ മൈനസ് ചെയ്യണം. ഓക്കെ ആണോ? ഓക്കെ സർ. ഇനി എന്തെങ്കിലും സംശയം പറയട്ടോ. സംശയം വളരെ ഫ്രീ ആയിട്ട് പറയട്ടോ, ഓപ്പൺ ആയിട്ട് പറയും. ഓക്കെ, ഇടയ്ക്ക് വോയിസ് കട്ടാവുന്നതുകൊണ്ട് ഒരു ക്ലാരിറ്റി കുറവുണ്ട് അല്ലേ? ഓക്കെ നോക്കാം. നെറ്റ്വർക്ക് ഇഷ്യൂ ഞാൻ തോന്നുന്നുണ്ട്. ഇപ്പൊ ക്ലിയർ ആയി കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഇപ്പൊ കട്ടിങ് വരുന്നില്ലല്ലോ? ഇല്ല ഇപ്പൊ ഓക്കെ റെഡി. എന്നാ കണ്ടിന്യൂ ചെയ്യട്ടെ. ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താണ് കണ്ടിന്യൂ ചെയ്യട്ടെ. ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെ അല്ലേ? യെസ്. അപ്പോ ഇതാണ് സ്പിയർമാൻ റാങ്ക് കോറിലേഷന്റെ ഒരു സിമ്പിൾ പ്രോബ്ലം. ഇന്ന് നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ തരുന്നത് ഈ ഒരു പ്രോബ്ലം ആണ് കേട്ടോ. ഈ പ്രോബ്ലം എന്ന് പറഞ്ഞുതരാം. ഇത് യൂണിവേഴ്സിറ്റി എക്സാം ചോദിച്ചതാട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ പേപ്പർ അതേപോലെ കട്ട് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അതാണ് ഇവിടെ കണ്ടോ, 6x4 24 മാർക്ക്. അതായത് 6 മാർക്കിന് 4 മാർക്കിന്. യെസ്, ഇത് 4 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആട്ടോ. കുറെ മുമ്പ് ചോദിച്ചതാണ്. നോക്കിയേ, പൊതുവെ ഇത് എസ്സേക്കാണ് കേട്ടോ വരാറുള്ളത്. എസ്സേക്കോ അല്ലെങ്കിൽ 5 മാർക്കിനാണ് ഇപ്പോ നമ്മുടെ ഇപ്പോഴത്തെ കാറ്റഗറിയിൽ വരാറുള്ളത് കേട്ടോ. എസ്സേക്കും വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഇല്ല, അത് പറഞ്ഞിട്ടില്ല. ഞാൻ ഗ്രൂപ്പിലേക്ക് ആൻസർ ഷെയർ ചെയ്യാന്നാ പറഞ്ഞത്. എന്നിട്ട് സംശയം ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. സാർ, ഈ ക്വസ്റ്റ്യനില് റാങ്ക് ഓഫറിന് വരുന്നത് ഡി അല്ലേ? ഡിഫറൻസ് അല്ലേ സൂചിപ്പിക്കണേ? അല്ല, നമുക്ക് 2 റാങ്ക് തരും ക്വസ്റ്റ്യന്. നോക്കിയേ, ഈ ക്വസ്റ്റ്യന് ഇതിനെ വർക്ക്ഔട്ട് ചെയ്യണോ അതോ നിങ്ങൾ ചെയ്യണോ? ഞാൻ ഇപ്പൊ ചെയ്യണോ? അത് ഞങ്ങൾ ചെയ്തോളാം. നിങ്ങൾ ചെയ്യാം. ഇതില് റാങ്ക് ബിഫോർ, റാങ്ക് ആഫ്റ്റർ 2 റാങ്ക് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? ഡി എന്ന് പറയുന്ന 3ാമത്തെ കോളം ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. 1ഉം 6ഉം നമ്മളെ ഡിഫറൻസ് 5 ആണല്ലോ. അതുപോലെ രണ്ടാമത്തെ 6ഉം 8ഉം നമ്മളെ ഡിഫറൻസ് 2 ആണ്. പിന്നെ 3ഉം 3ഉം നമ്മളെ ഡിഫറൻസ് 0 ആണ്. അങ്ങനെ എന്ത് ചെയ്യാം? നമ്മൾ ഡി എന്നുള്ള കോളം ഇതിനൊപ്പം ക്രിയേറ്റ് ചെയ്യാം. തൊട്ടടുത്ത് ഡി സ്ക്വയർ എന്നുള്ള കോളവും ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. റെഡി? ഇതിന് ആൻസർ ഉണ്ട്, ഞാൻ ഇപ്പൊ പറയുന്നില്ല. അത് നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്തിട്ട് ഞാൻ ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്ത് തരാം. എന്നാ അടുത്ത സ്റ്റെപ്പിലേക്ക് പോട്ടെ. ഇപ്പൊ ഓക്കെ അല്ലേ? വോയിസും ക്ലിയർ അല്ലേ? അടുത്ത സ്റ്റെപ്പിലേക്ക് പോട്ടെ. പിന്നെ റെഡി അല്ലേ? ഒരാൾ ചോദിച്ചിട്ടുണ്ടല്ലോ, പറഞ്ഞു സാറേ. പിന്നെ ഇതിൽ പിന്നെ മറ്റേ ഡിസോർഡറിലല്ലേ നമ്പർ തരുന്നത്? അപ്പോ ഫസ്റ്റ് നമ്മള് ഈ ആൻസർ എഴുതുമ്പോ ആദ്യം എക്സ്, പിന്നെ അത് റാങ്ക് ചെയ്തിട്ട് അങ്ങനെ റാങ്ക് 1 2 3 കൊടുക്കണ പോലെ കണ്ടിക്കണ്. അതൊന്നപ്പോ ഇതിൽ നമ്മൾ ചെയ്തില്ല, അല്ലാതെ അങ്ങനെ. യെസ്, ഓക്കെ. നിങ്ങളെ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കേണ്ടത്, ഇതിപ്പോ ഓർഡറിലല്ലല്ലോ തരാം. 1 മുതൽ ഉണ്ടോ എന്ന് നോക്കുക. ഇതൊക്കെ ഇവിടെ 1 2 3 ഇങ്ങനെ നമ്മൾ ഓർഡർ ആക്കൊന്നും വേണ്ടേ. ക്വസ്റ്റ്യൻ എങ്ങനെയാണോ തന്നത് അതേപോലെ നമ്മൾ അവിടെ എഴുതണം. നമ്മൾ അതിൽ മാറ്റം വരുത്തരുത്. ഇനി അതുപോലെ റാങ്ക് ആഫ്റ്റർ നോക്കി നിങ്ങൾ, അവിടെയും 1 ഉണ്ട് 2 ഉണ്ട് 3 ഉണ്ട്. അതായത് 1 മുതൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം, നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം. ഇനി ഇയാൾ ചോദിച്ചതിന്റെ ആൻസർ ഞാൻ അടുത്ത പ്രോബ്ലത്തിൽ, ഇത് നമുക്ക് തന്നൊരു ക്വസ്റ്റ്യൻ. ഞാൻ അടുത്ത ഭാഗത്തേക്ക് പോവാണ്. നോക്കുക, ഈ ക്വസ്റ്റ്യൻ നോക്കുക കേട്ടോ. ഫൈൻഡ് ദ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യന്റ് ബിറ്റ്വീൻ പോവർട്ടി ആൻഡ് ഓവർ ക്രൗഡിംഗ് ഫ്രം ദ ടേബിൾ ബിലോ. നമുക്ക് ടൗൺ എന്ന് തന്നിട്ടുണ്ട്, പോവർട്ടി തന്നിട്ടുണ്ട്, ഓവർ ക്രൗഡിംഗ് തന്നിട്ടുണ്ട്. ഇവിടെ റാങ്ക് കോറിലേഷൻ കാണാൻ വേണ്ടി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് കേട്ടോ. റാങ്ക് കോറിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇത് നിങ്ങൾക്ക് കണ്ടിട്ട് 17 13 15 16 ഇത് റാങ്ക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ഓവർ ക്രൗഡിംഗ് 36 46 ഒക്കെ വരും. അപ്പൊ റാങ്ക് ആണെങ്കിൽ എന്താണ് നോക്കിയേ, 1 മുതലായിരിക്കും ഡാറ്റ തരിക. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് റാങ്ക് തന്നിട്ടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നറിയോ? നമ്മൾ ഇതിന് റാങ്ക് ഉണ്ടാക്കണം. ശരിക്കും ശ്രദ്ധിച്ചോളി. അതാണ് ഞാൻ 1 മുതലുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞത്. അതില്ലാത്തത് കൊണ്ട് തന്നെ റാങ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം.
നോക്കേ ഇതിൽ എങ്ങനെ റാങ്ക് ക്രിയേറ്റ് ചെയ്യുക? സിമ്പിൾ ആണ്. അതാ പോവർട്ടി ഞാൻ എഴുതാണ്. പോവർട്ടി റാങ്ക് തരാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? റാങ്ക് ക്രിയേറ്റ് ചെയ്യണം. പോവർട്ടി ഇതിൽ ഏറ്റവും വലിയ ഈ പോവർട്ടി മാത്രം നോക്കുക കേട്ടോ, നിങ്ങൾ അത് മാത്രം നോക്കുക. അതിൽ ഏറ്റവും വലിയ വാല്യൂ ഏതാ? പോവർട്ടിയുടെ ഈ ലൈന് നോക്കട്ടെ. അപ്പൊ മാർക്ക് ചെയ്ത ലൈന് നോക്കട്ടെ. ഏറ്റവും വലിയ വാല്യൂ ഏതാ? 17 അല്ലേ? യെസ്, 17 ആണ്. അപ്പൊ 17ന്റെ നേരെ ഫസ്റ്റ് റാങ്ക് നമ്മൾ കൊടുക്കുകയാണെ. ഫസ്റ്റ് റാങ്ക് കൊടുത്തു. അടുത്തത് ഏതാ? 17 കഴിഞ്ഞിട്ട് അടുത്തത് ഏതാ? 16 ഉണ്ട്. അതിന് സെക്കൻഡ് റാങ്ക് കൊടുത്തു. നെക്സ്റ്റ് 15 ആണ് അല്ലെ? യെസ്, തേർഡ് റാങ്ക്. ഐ തിങ്ക് അടുത്തത് 14 വരുന്നുണ്ട്. അതിന് ഫോർത്ത് റാങ്ക്. നെക്സ്റ്റ് 13 ഉണ്ട്. ഐ തിങ്ക് അതിന് ഫിഫ്ത്ത് റാങ്ക് കൊടുത്തു. ദെൻ 12 വരുന്നുണ്ട് അല്ലെ? ഞാൻ ഏതെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയണേ. അതിന് 6 റാങ്ക് കൊടുത്തു. അതിനുശേഷം 11 ഉണ്ട്. 7 എന്ന് റാങ്ക് കൊടുത്തു. പിന്നെ 7 കഴിഞ്ഞാല് 11 കഴിഞ്ഞാല് 9 അല്ലേ വരുന്നത്? ഓക്കെ, അതിന് 8 എന്ന് റാങ്ക് കൊടുത്തു. ദെൻ 9 കഴിഞ്ഞാൽ അതിന്റെ താഴെ വരുന്നത് 7 ആണ്. അതിന് 9 എന്ന് റാങ്ക് കൊടുത്തു. ദെൻ 6 ആണ്. അതിന് 10 എന്ന് റാങ്ക് കൊടുത്തു. അതായത് ഈ ക്വസ്റ്റ്യന് നമുക്ക് റാങ്ക് അല്ല തന്നിട്ടുള്ളത്, വേറെ ഡാറ്റയാണ് തന്നിട്ടുള്ളത്. അങ്ങനെ തന്നാൽ റാങ്ക് നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യണം, നമ്മൾ റാങ്ക് കൊടുക്കണം. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇപ്പൊ പോവർട്ടിക്ക് റാങ്ക് കൊടുത്ത് ക്ലിയർ ആണോ? ഹലോ? അപ്പൊ ഒന്നില് സ്റ്റാർട്ട് ചെയ്ത് ഡിസോർഡർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ റാങ്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. യെസ്, ഒന്നിലല്ല സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ നിർബന്ധമായിട്ട് അതിന് നമ്മൾ റാങ്ക് കൊടുക്കണം. ഇനി നോക്കിയേ, ഇത് പോരട്ടോ, പോർട്ടിക്ക് മാത്രം കൊടുത്താൽ പോരാ. ഇതിപ്പോ ഒരു റാങ്ക് ആയിട്ടുള്ളൂ. ഇനി ഓവർ ക്രൗഡിങ്ങിനും ഇതേപോലെ റാങ്ക് കൊടുക്കണം. ഇതിൽ ഫസ്റ്റ് റാങ്ക് ആർക്കാ കൊടുക്കുക? നിങ്ങളൊന്ന് പറഞ്ഞാണ്. ഓവർ ക്രൗഡിങ്ങിൽ ഫസ്റ്റ് റാങ്ക് ആർക്ക് കൊടുക്കും? 46. യെസ്, 46ന് ഫസ്റ്റ് റാങ്ക് കൊടുക്കും. രണ്ടാമത് അതിന്റെ തൊട്ട് താഴെ വരുന്നത് 36 അല്ലേ? അതിന് 2 എന്ന് റാങ്ക് കൊടുത്തു. ദെൻ 35 ആണ്. അതിന് 3 എന്ന് റാങ്ക് കൊടുത്തു. ദെൻ 35 കഴിഞ്ഞാല് ഐ തിങ്ക് 27 ആണ്. യെസ്, അതിന് 4 എന്ന് കൊടുത്തു. ദെൻ 24 ആണ്. അതിന് 5 എന്ന് കൊടുത്തു. ദെൻ 22 ആണ്. അതിന് 6 എന്ന് കൊടുത്തു. പിന്നെ 18 ആണ് തോന്നുന്നുണ്ട്. ഓക്കെ, 18 അതിന് 7 എന്ന് കൊടുത്തു. ദെൻ 12 ആണ്. അതിന് 8 എന്ന് കൊടുത്തു. ദെൻ 8 ആണ്. അതിന് ഇനി എത്ര? 9 എന്ന് കൊടുത്തു. പിന്നെ 2 ആണ്. അതിന് 10 എന്ന് കൊടുത്തു. അതായത് 1 മുതൽ റാങ്കുകളല്ല നമുക്ക് തന്നിട്ടുള്ളത് എങ്കിൽ അവിടെ നമ്മൾ ആ രണ്ടിനെയും റാങ്കിലേക്ക് കൺവേർട്ട് ചെയ്യണം. നോക്കിയേ, ഇതാണ് ഇതിന്റെ ആൻസർ കേട്ടോ. അപ്പൊ നോക്കിയേ, റാങ്ക് നമ്മൾ കൊടുത്തു കണ്ടോ? പോവർട്ടിയെ റാങ്ക് കൊടുത്തത് അല്ലേ? അങ്ങനെ തന്നെ നമുക്ക് കിട്ടിയെന്ന് നോക്കാം. 1 5 3 2. യെസ്, 1 5 3 2. യെസ്. അതേപോലെ തന്നെ ഓവർ ക്രൗഡിങ്, അതും നമ്മൾ റാങ്ക് കൊടുത്തു. ഇതെന്തിനാ കൊടുത്തത്? നമുക്ക് തന്ന ഡാറ്റ റാങ്കിലല്ല. നോക്കിയേ, കുറെ വാല്യൂസ് ആണ്, റാങ്കിലല്ല. അതുകൊണ്ട് നമ്മൾ അതിനെ റാങ്ക് ആക്കി മാറ്റണം. ഇവിടെയും ഓവർ ക്രൗഡിങ് നമുക്ക് തന്നത് റാങ്കിലല്ല, കുറെ വലിയ വാല്യൂസ് ആണ്. അതുകൊണ്ട് നമ്മൾ അതിനെ റാങ്ക് ആക്കി മാറ്റി. റാങ്ക് ആക്കി മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഈ വാല്യൂ നിങ്ങൾ നോക്കണ്ട കേട്ടോ. ഈ വാല്യൂവിനെ വെച്ച് നമ്മൾ റാങ്ക് ഉണ്ടാക്കിയല്ലോ. ഇനി ഈ വാല്യൂ നോക്കണ്ട, ഇത് നിങ്ങൾ മെയിൻ ചെയ്യണ്ട. എന്നിട്ട് എന്ത് ചെയ്യണം? പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത റാങ്ക് ഉണ്ടല്ലോ, ആ റാങ്ക് വെച്ചിട്ട് നമ്മൾ ചെയ്യണം. നോക്കിയേ, ഇവിടെ റാങ്ക് 1, ഇവിടെ റാങ്ക് 2. 1 2 നമ്മളെ ഡിഫറൻസ് എത്രയാണ്? 1 ആണ്. അപ്പൊ ഇവിടെ D 1 എന്ന് എഴുതി. 1ന്റെ സ്ക്വയർ എത്രയാണ്? 1. D സ്ക്വയർ എഴുതി. അടുത്ത് നോക്കിയേ, 5 ആണ് റാങ്ക് വരുന്നത്. ഇവിടെ 1 ആണ്. 5 1 നമ്മളെ ഡിഫറൻസ് എത്ര? 4 ആണ്. 4ന്റെ സ്ക്വയർ എത്ര? 16 ആണ്. ഓക്കെ, അങ്ങനെ പിന്നെ മാറ്റൊന്നുമില്ല കേട്ടോ. റാങ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാറ്റൊന്നുമില്ല. സാധാരണ പോലെ നമ്മൾ ഡിഫറൻസ് കാണാം, അതിന്റെ D സ്ക്വയർ കാണാം, എന്നിട്ട് D സ്ക്വയറിന്റെ ടോട്ടൽ ആണ്. പിന്നെ ഒരു മാറ്റമില്ല. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. ക്ലിയർ ആണോ? റാങ്ക് കൊടുക്കുന്നത് ക്ലിയർ ആണോ? ക്ലിയർ ആണ് സർ. ഓക്കെ. ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് തരും. നിങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പൊ റാങ്ക് കൊടുത്തിട്ട് ചെയ്യണം, മറക്കരുത്. ഓക്കെ, ഇനി ഇത് പോരെ? ഇത്ര പറഞ്ഞ പോലെ ഇനി അടുത്ത സ്റ്റേജിലേക്ക്. ഇത് ഓക്കെയാണ്.
ജസ്റ്റ് മിനിറ്റ് കേട്ടോ, ഒന്ന് ലാപ്പ് ഒന്ന് ഹാങ് ആയിട്ടുണ്ട്, ജസ്റ്റ് ഒറ്റ മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഇന്ന് 2 പ്രോബ്ലമാണ് ഞാൻ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ തരുന്നത്. ഒന്ന് റാങ്ക് വരുന്നതും ഒന്ന് റാങ്ക് നമ്മൾ കൊടുത്ത് ചെയ്യേണ്ടതും. ഒന്ന് ഓട്ടോമാറ്റിക്കലി റാങ്ക് വരുന്നത്, 2 റാങ്ക് നമ്മൾ കൊടുത്ത് ചെയ്യേണ്ട പ്രോബ്ലം. ഇനി ഇതിൽ ഒരു ടൈപ്പും കൂടെ വരുന്നുണ്ട്, അത് വേണ്ട, അതിനപ്പോൾ പറയുന്നില്ല. റിപ്പീറ്റഡ് റാങ്ക് എന്നുള്ളതാണ് കേട്ടോ. അതായത് നമ്മൾ കൊടുക്കേണ്ട റാങ്ക് റിപ്പീറ്റ് ചെയ്ത് വന്നാൽ എങ്ങനെ വരും എന്നുള്ളതാണ്. അത് വേണ്ട, അത് ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് വരാം, കാരണം അതിപ്പോൾ പറഞ്ഞാൽ കൺഫ്യൂഷൻ ആവാൻ സാധ്യത ഉണ്ട്. ഓക്കെ, ഈ 2 പ്രോബ്ലം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുമല്ലോ അല്ലെ? അതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ? ക്ലിയർ അല്ലേ? ഈ 2 പ്രോബ്ലം ക്ലിയർ അല്ലേ? ഇക്വേഷൻ ഡിഫറൻസിന് ഇല്ല, മാറ്റമില്ല. ഇക്വേഷന് ഒരു മാറ്റമില്ല. അത് എവിടെ അറിയോ? അടുത്ത സ്റ്റേജിൽ മാറ്റമുണ്ട്. അടുത്ത ഇതാണ്. നിങ്ങൾ സ്ക്രീന് കാണുന്നുണ്ടോ? ഇപ്പോ സ്ക്രീന് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. റിപ്പീറ്റഡ് റാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത സ്റ്റേജ് അതിനൊന്നും പറയുന്നില്ല കേട്ടോ, നാളെ ഡിസ്കസ് ചെയ്യാം. റിപ്പീറ്റ് റാങ്ക് പറഞ്ഞാൽ ഒരേ റാങ്ക്, അതായത് ഒരേ വാല്യൂസ് വന്നാൽ നമ്മൾ എങ്ങനെ റാങ്ക് കൊടുക്കണം എന്നുള്ളതാണ്. ഇതിൽ ചെറിയ മാറ്റമുണ്ട്, ഇക്വേഷനും ചെറിയ മാറ്റമുണ്ട്. അത് ഞാൻ നാളെ പറയാം, നാളെ ഡിസ്കസ് ചെയ്യാം. ഇതിപ്പോ ഇത്രേ പറയുന്നുള്ളൂ. ഇതിപ്പോ നമ്മൾ പറഞ്ഞ ഞാൻ ഒന്നും കൂടെ കൺക്ലൂഡ് ചെയ്യാണ്, ഫൈനലി ഒന്നും കൂടെ കൺക്ലൂഡ് ചെയ്യാണ്. ആദ്യമായിട്ട് എന്താണ് സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ എന്ന് പറഞ്ഞു. അതിനുശേഷം സ്പിയർമാൻ റാങ്ക് കോറിലേഷന് ശേഷം നമ്മൾ അതിന്റെ സിമ്പിൾ പ്രോബ്ലം ചെയ്തു, അഥവാ റാങ്ക് നേരിട്ട് വരുന്ന പ്രോബ്ലം ചെയ്തു. രണ്ടാമത് റാങ്ക് തരാതെ ക്വസ്റ്റ്യൻ തന്നാൽ, റാങ്ക് നമുക്ക് തരാതെ ക്വസ്റ്റ്യൻ തന്നാൽ റാങ്ക് കൊടുത്തിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യമാണ്. അപ്പൊ 2 ഐറ്റം പ്രോബ്ലം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് സിമ്പിൾ ആയിട്ട് സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ ചെയ്യേണ്ടത്. 2 ക്വസ്റ്റ്യനിൽ റാങ്ക് അല്ല തരാ, വലിയ ഡാറ്റ തരാ, അതിൽ നിന്ന് റാങ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാം. ഈ 2 പ്രോബ്ലം ആണ് നമ്മൾ പറഞ്ഞത്. ഇത് 2 ഓക്കെ ആണല്ലോ അല്ലെ? ഇന്ന് പറഞ്ഞ 2 ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാവോ? ഓക്കെ സർ. ഓക്കെ ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി റിപ്പീറ്റ് റാങ്ക് അതിനപ്പോൾ പറയുന്നില്ല, അതും കൂടെ വന്ന കൺഫ്യൂഷൻ ആവും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്.